രാജ്യത്ത് പല സംസ്ഥാനങ്ങളിലും ശക്തമായ മഴ തുടരുകയാണ്. പ്രളയത്തെ തുടർന്ന് അസമിൽ 26 ലക്ഷം ആളുകൾ ദുരിതത്തിലാണ്. 58 പേർ മരിച്ചു. റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള ഉത്തരാഖണ്ഡിൽ 257 റോഡുകൾ അടച്ചു. സിക്കിം, അരുണാചൽ, ഹിമാചൽ, UP എന്നിവിടങ്ങളിലും മഴക്കെടുതികൾ രൂക്ഷമാണ്. മൂന്നാഴ്ചയായി കനത്ത മഴ പെയ്യുന്ന അസമിൽ 30 ജില്ലകൾ പ്രളയബാധിതമാണ്. നിരവധി വീടുകൾ തകർന്നതോടെ ആയിരങ്ങളാണ് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നത്. 26 ലക്ഷത്തോളം ആളുകളെ പ്രളയം ബാധിച്ചു. ഗുവാഹത്തി ഉൾപ്പെടെ നഗരമേഖലകളിലും വെള്ളം കയറി. ബ്രഹ്മപുത്രയടക്കം പല നദികളിലും ജലനിരപ്പ് ഇപ്പോഴും ഉയരുന്നു. NDRFന്റെ കൂടുതൽ സംഘങ്ങളെ സംസ്ഥാനത്തേക്ക് അയച്ചിട്ടുണ്ട്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയുമായി സംസാരിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. സിക്കിമിലും കനത്ത മഴ തുടരുകയാണ്. ടീസ്റ്റ നദി കരകവിഞ്ഞൊഴുകി. ഉത്തരാഖണ്ഡിൽ വരുന്ന 2 ദിവസം കൂടി ശക്തമായ മഴ തുടരും. ചാർധാം യാത്ര ഒരു ദിവസത്തേക്ക് റദ്ദാക്കി. ദേശീയ സംസ്ഥാന പാതകളിൽ പലയിടത്തും കൂറ്റൻ പാറക്കല്ലുകൾ വീണ് ഗതാഗതം സ്തംഭിച്ചിരിക്കുകയാണ്. ഹിമാചൽ പ്രദേശിൽ റോഡുകളും പാലങ്ങളും ഒലിച്ചുപോയി. ബംഗാൾ, ബീഹാർ, മധ്യപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലും മഴയ്ക്ക് സാധ്യതയുണ്ട്. രാജസ്ഥാനിലെ ടോങ്കിലും പ്രളയസമാന സാഹചര്യമാണ്. ഹിമാചൽ, അരുണാചൽ പ്രദേശ്, UP എന്നിവിടങ്ങളിലും മഴക്കെടുതികൾ തുടരുകയാണ്. മഴയുള്ള സംസ്ഥാനങ്ങളിൽ മിന്നൽ പ്രളയമുണ്ടാകുമെന്നും അതീവ ജാഗ്രത വേണമെന്നും കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കൈരളി ന്യൂസ്, ദില്ലി.